11 വർഷമായി 10 പൈസയുടെ മിഠായി പോലും വാങ്ങിക്കൊടുക്കാത്ത, മക്കളെ നോക്കാത്ത, മോളെ പീഡിപ്പിക്കാൻ തരം നോക്കി നടന്ന ഒരു പീഡോഫൈലിനെ കൊണ്ടുവന്ന് എൻ്റെ മുമ്പിൽ നിർത്തിയാല് ഷെഫീന നീ പോരടി. ഞാനൊരു 2020 മാച്ചിന് ഇറങ്ങിയിട്ടല്ലേ ഉള്ളടി. അപ്പോഴേക്ക് നീ ഇങ്ങനെ പേടിച്ചിട്ട് മാനസിക വിഭ്രാന്തിയുള്ള ഒരു തമിഴനെ കൊണ്ടുവന്നിരുത്തി എനിക്കെതിരെ അങ്ങ് തിരിച്ചാൽ ഡേ ഞാൻ തനൂജയല്ല. തനൂജയ്ക്കെതിരെയും നീ ഇതുപോലെ തന്നെയാണ് ചെയ്തത്. മറ്റു പല സ്ത്രീകൾക്കെതിരെയും അവരുടെ എക്സ് ഹസ്ബൻഡുമാരെ കൊണ്ടുപോയി ഇരുത്തി. അല്ലടി നിന്റെ 2 മക്കൾക്ക് 4 തന്തമാരുണ്ടല്ലോ, കൊണ്ടുവന്നിരുത്തിയാൽ അവരാരെങ്കിലും നിന്നെ കുറിച്ച് നല്ലത് പറയുമോ? വേറൊരുത്തനെ വിനീതിനെ നീ കെട്ടിയോനാണെന്നും പറഞ്ഞു കൊണ്ടു നടന്നിട്ട് പിന്നീട് കൂട്ടുകാരനാക്കിയല്ലോടി. എൻ്റെ ഭർത്താവാണെന്ന് നീ ക്ലബ് ഹൗസിൽ കിടന്ന് അലറി വിളിക്കുന്ന വീഡിയോസ് ഉണ്ട് ഇഷ്ടം പോലെ. അവനാരെങ്കിലും നിന്നെ കൊണ്ട് നല്ലത് പറയൂടി? പോട്ടെ, ഇവൻ എപ്പോഴെങ്കിലും ഇവന്റെ മക്കളെ കാണാൻ ശ്രമിച്ചോ എന്നുള്ള കാര്യം നീ ചോദിച്ചോടി. അലിമാഷ് വിളിച്ചു ഇവനെ, കോഴിക്കോട് വരുമ്പോ വിളിക്കും, മക്കളെ കാണിച്ചു തരാം. അയ്യൂബ് വിളിച്ചു, ഇക്ക വിളിച്ചു. ഒരിക്കലെങ്കിലും ആ മക്കളെ കാണാൻ ഒരു തവണയെങ്കിലും ഇവൻ ശ്രമിച്ചിട്ടുണ്ടോ എന്നൊന്ന് ചോദിക്കുക. അത് കഴിഞ്ഞിട്ട് വല്ല കഴകത്തുള്ള ആരെങ്കിലും കൊണ്ടുവാടി. ഇതുപോലെയുള്ള ചവറുകളെയും ചണ്ടികളെയും ഒക്കെ കൊണ്ടുവന്നിട്ട് ജാമിദായെ അങ്ങ് കയറ്റിക്കളയാമെന്ന് വിചാരിക്കല്ലടി, നടക്കില്ല. അതെ, ഇതുവഴി എന്താ സംഭവിക്കാന്നറിയാമോ? നിന്റെ ലക്ഷ്യം അവന്റെ ജീവിതം തകർക്കുക എന്നുള്ളതാണ്. ഞാൻ രംഗത്തിറങ്ങണം, എന്നിട്ട് അവനും 2 കുഞ്ഞുങ്ങളും ഭാര്യയും കൂടി അല്ലെങ്കിലേ തലയ്ക്ക് വെളിവില്ലാത്ത ആളാ. 150 രൂപയ്ക്ക് പെണ്ണുങ്ങളാണെന്ന് കണ്ടാൽ മരിച്ചിന് കമ്പിൽ തുണി ചുറ്റിയാലും പിന്നാലെ പോകുന്ന ഒരുത്തനെ കൊണ്ടുവന്നിട്ട് ജാമിദായി അങ്ങ് ഉണ്ടാക്കാമെന്നൊന്നും വിചാരിക്കല്ലേ. വേറെ വല്ല തുറുപ്പ് ചീട്ടും കൊണ്ടുപാടി. നീ ഇത്രയ്ക്കും തരംതാണ് അല്ലെങ്കിലും നീ എത്ര വേണമെങ്കിലും താഴുമെന്ന് എനിക്കറിയാം. പക്ഷേ ജാമിദായോട് ഇതൊന്നും കൊണ്ട് എറിക്കത്തില്ല. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടുത്ത പ്ലാൻ നോക്ക് കേട്ടോ.